അല്ലാഹ് എന്ന വിളി നമ്മളൊക്കെ എപ്പോഴും വിളിക്കുന്ന ഒരു വിളിയാണ്. അല്ലാഹ് എൻ്റെ റബ്ബേ എന്നൊക്കെ വിളിക്കൂലേ. എന്നാൽ ഈ വിളി കൊണ്ട് നമ്മുടെ ആവശ്യം പൂർത്തിയായി കിട്ടുകയും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇജാബത്ത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാർഗം എന്ത്? ഇജാബത്ത് കിട്ടാനുള്ള, ചോദ്യത്തിന് ഉത്തരം കിട്ടാനുള്ള, നമ്മളെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കാം. നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന, നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ്. മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് സങ്കടം പറയുന്നവരുണ്ട്, അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അതുപോലെ തന്നെ പല വിഷമങ്ങളും അറിയിച്ച് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. പല പ്രശ്നപരിഹാരങ്ങളും ചോദിച്ച് തേടിയവർ, ചെയ്തു കൊടുത്തവരൊക്കെ ഉണ്ട്, അള്ളാഹു എല്ലാവർക്കും അവർക്ക് ആ ചെയ്തു കൊടുത്തതിന് ഏറ്റവും നല്ല ഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, പലരും വിളിച്ച് സന്തോഷം അറിയിക്കാറുണ്ട്, ആ വിഷയങ്ങൾ പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടിയത് സന്തോഷം അറിയിക്കാറുണ്ട്. അള്ളാഹു അത് ഇനിയും അതുപോലെ സന്തോഷം കേൾക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഇല്ലേ, ഉപയോഗപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു. നമുക്കറിയാം, ഇസ്ലാമിക ഖലീഫമാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം വന്ന 4 ഖുലഫാ ഉർ റാഷിദീങ്ങളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അവസാനം വന്ന ആളാണ് ആര്? മഹാനായ അലി ബിൻ അബി താലിബ് തങ്ങൾ. കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അലിയാർ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ മുത്തുനബി തങ്ങൾ തിരഞ്ഞെടുത്തത് അലി ബിൻ അബി താലിബ് തങ്ങളെയാണ്. നബി തങ്ങളുടെ കരളിൻ്റെ കഷ്ണത്തെ അള്ളാഹുൻ്റെ ഹബീബ് ഏൽപ്പിച്ചത് ആരെയാണ്? അലിയാർ തങ്ങളെയാണ്. ഖൈബറിൻ്റെ കോട്ട, ഖൈബർ കോട്ടയുടെ മതിൽ, ആ കവാടം പിടിച്ച് ഒറ്റ കൈയിൽ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത വലിയ പോരാളിയാണ് മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. തുടങ്ങിയിട്ട് ഒട്ടനവധി ഒരു പോരിശകളടങ്ങിയ, പ്രത്യേകതകളടങ്ങിയ ഒരു വലിയ മഹാനുഭാവനാണ് അലിയാർ തങ്ങൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് നബി തങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അലിയാർ തങ്ങൾക്ക്. എന്താണെന്നറിയോ? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാൻ. അതായത് ഞാൻ ഇൽമിൻ്റെ വലിയ പട്ടണമാണെങ്കിൽ, വലിയ നഗരമാണെങ്കിൽ അതിലേക്ക് കടന്നു വരേണ്ട കവാടമാണ്, അതിലേക്ക് കടക്കാനുള്ള ഒരു വാതിൽ മഹാനായ അലി ബിൻ അബി താലിബാണ്. അത്രയും പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നാണ് അലിയാർ തങ്ങൾക്ക്. അത്രയും അറിവ്, നബി തങ്ങളുടെ കൂടെയാണല്ലോ മഹാനായ അലിയാർ തങ്ങൾ, അവിടുത്തോടൊപ്പം ചെറുപ്പം മുതലേ സഹവസിച്ച ആളാണ്. അപ്പോൾ അത്രയും പാണ്ഡിത്യം അള്ളാഹു പ്രത്യേകമായി കനിയരുളിയ ആളാണ് അലി ബിൻ അബി താലിബ് തങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തോടെ ഞാൻ പറഞ്ഞുതരാം. മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൽ അത്ഭുതം വിവരിക്കുന്നുണ്ട്. സൂറത്തുർ റഹ്മാൻ നോക്കിയാൽ നമുക്ക് കാണാം, ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മറജൽ ബഹ്റൈനി യൽതഖിയാൻ, 2 സമുദ്രങ്ങൾ കണ്ടുമുട്ടിയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 2 സമുദ്രങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്. ആ 2 സമുദ്രങ്ങളെ സംബന്ധിച്ച് സാധാരണ നമ്മുടെ ഭൗതികമായ നമ്മുടെ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സമുദ്രങ്ങളാണ്, ആ സമുദ്രത്തെ പറ്റിയാണ് പറഞ്ഞത് എന്നും, ഇനി അതല്ല മഹാന്മാർ വിശാലമായി വിശദീകരിച്ചത് കാണാം. മഹാനായ അലിയാർ തങ്ങളെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത് എന്ന്. അലിയാർ തങ്ങൾ അത് ഇൽമിൻ്റെ സമുദ്രമായിരുന്നു എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം പാണ്ഡിത്യമുള്ള ആളാണ്. ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞാണ്. ഈ അലി ബിൻ അബി താലിബ് തങ്ങൾ തൻ്റെ മകൻ ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു ലിബ്നിഹി, അവിടുത്തെ മകനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരാണ്. എന്ത് അവിടുന്ന് പറയുകയാണ്, എന്ത്? ഇതാ നസലബിക അംറുൻ അദീമുൻ ഫീ ദീനിൻ ഔ ദുനിയ, ദുനിയാവിൻ്റെയോ ദീനിൻ്റെയോ ഏതെങ്കിലും ഒരു വലിയ പ്രശ്നം, എന്തെങ്കിലും ഒരു വലിയ കാര്യം, അതായത് നിന്റെ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ എന്തെങ്കിലും ഒരു വലിയ വിഷയം നിനക്ക് പിടിപെട്ടു, നിനക്കത് എന്ത് ചെയ്യുക? അത് പരിഹരിച്ച് കിട്ടണം. ആ ദുനിയാവിൻ്റെ വിഷയം അല്ലെങ്കിൽ ആഖിറത്തിൻ്റെ വിഷയം നിനക്ക് ആ വലിയ വണ്ണമായ അലീം, അമ്രുൻ അലീം എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയം നിനക്ക് പരിഹരിച്ച് കിട്ടാം എന്നുണ്ടെങ്കിൽ ഫതവല്ല, നീ ഒന്ന് വുദൂ ചെയ്യണം. ഒന്ന് വുദൂ ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ ഇതൊന്ന് പഠിച്ചു വെക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, കടബാധ്യതപ്പെട്ട് ആകെ വഷളായി കിടക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം വന്നു, എന്തെങ്കിലും ഒരു പ്രയാസത്തിൽപ്പെട്ടു, ആ സമയത്ത് നമ്മൾ ബേജാറാകുകയല്ല വേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അമലാണ് ഈ പറയുന്നത്. ഒന്ന് വുദൂ ചെയ്യുക. എന്നിട്ടോ വർഫഅ യദൈക, നിന്റെ 2 കൈകളെ ഉയർത്തുക. 2 കൈകളെ ഇപ്രകാരം ഒന്ന് ഉയർത്തിയിട്ട്, കൈകൾ ഉയർത്തിയിട്ട് എന്ത് ചെയ്യണം? വഖുൽ, നീ പറയണം, യാ അല്ലാഹു യാ അല്ലാഹു. യാ അല്ലാഹു യാ അല്ലാഹു എന്നത് യാ അല്ലാഹു യാ അല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ്, ഇങ്ങനെ 7 മറാത്തിന് എത്ര തവണ? 7 തവണ പറയണം. 7 മറാത്ത്. അപ്പം കൈ ഉയർത്തിയിട്ട് വുദൂ ചെയ്യണം. വുദൂ ചെയ്ത ശേഷം കൈ ഉയർത്തിയിട്ട് യാ അല്ലാഹു യാ അല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ്, ഇങ്ങനെ എന്ത് ചെയ്യുക? യാ അല്ലാഹു യാ അല്ലാഹ് എന്ന് 7 തവണ വീതം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ എന്താണോ പ്രശ്നം, എന്താണോ ആ വിഷയം, അത് റബ്ബിനോട് പറയാം. അല്ലാഹു, എനിക്ക് ഇന്ന പ്രശ്നം പിടിപെട്ടിട്ടുണ്ട്, എന്നാൽ
ആ പ്രശ്നത്തിന് ഫൈന്നഹു യുസ്തജാബു ലക, നിനക്ക് തീർച്ചയായിട്ടും ഇജാബത്ത് ലഭിക്കുന്നതാണ് എന്ന്. നീ ചെയ്ത ദുആഇന് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിന് വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത്, പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ദുആ ഇറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ഒന്ന് വുദൂ ചെയ്യുക, കൈകൾ ഉയർത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ദുആ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയം. ചില ആൾ ഇങ്ങനെ ദുആ ഇറക്കുന്നവരുണ്ട്, ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെയൊന്നും അല്ല ദുആ ഇറക്കേണ്ടത്. ദുആ ഇറക്കുമ്പോൾ എന്ത് ചെയ്യുക, റബ്ബിനോട് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, കൈകൾ യദുല്ലാഹ ബിബുത്തൂനി അഫ്സലുല്ലാഹ ബിബുത്തൂനി അക്കുഫിക്കും, നിങ്ങളുടെ കൈയുടെ പള്ള കൊണ്ടാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് യാ അള്ളാഹു യാ അള്ളാഹ് യാ അള്ളാഹു യാ, അതിങ്ങനെ 7 തവണ ആവർത്തിച്ച് ചൊല്ലിയ ശേഷം അള്ളാഹു എൻ്റെ കടബാധ്യത നീ തീർത്ത് തരണേ അള്ളാഹ്, അല്ലെ എൻ്റെ ഇന്ന സ്ഥലത്തുള്ള ജോലി നീ എനിക്ക് റാഹത്താക്കി തരണേ അള്ളാഹ്, എന്താണ് ആവശ്യമുള്ളത് അത് ചോദിക്കാം. അത് ചോദിച്ചാൽ ഫൈന്നഹു യുസ്തജാബു ലക, തീർച്ചയായിട്ടും ആ ചോദിച്ച ചോദ്യത്തിന് നിനക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞു തരുന്നത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. നബി തങ്ങളുടെ മരുമകനായ മുത്തുനബി തങ്ങളെ കൊണ്ട് ആദ്യമായി ഇസ്ലാമം സ്വീകരിച്ച കുട്ടിയായ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഖലീഫമാരുടെ 4ാമത്തെ ഖലീഫയായ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്, തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങനെ ചോദിച്ചാൽ മതിയെന്ന്. ചോദിച്ചുകൂടെ ഇൻഷാ അല്ലാഹ്, നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോടല്ലാതെ പിന്നെ ആരോടെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഇപ്രകാരം ദുആ ഇറക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, മഹാനവറുകൾ പറഞ്ഞു തരികയാണ് എന്ത്, മൻ ഖാല യാ അല്ലാഹു യാ അല്ലാഹ് എന്നത് 10 മറാത്ത് 10 തവണ ചൊല്ലാം. ആരെങ്കിലും ഒരാൾ യാ അള്ളാഹു യാ അള്ളാഹ് എന്ന പദം 10 തവണ, ഈ അള്ളാഹ് എന്ന പദത്തിന് വലിയ പവറുണ്ട്. അള്ളാഹ് എന്ന പദത്തിന് ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹ് എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്ക് ഉത്തരം കിട്ടുമെന്നാണ്. എന്താവശ്യത്തിനാണോ വിളിച്ചത് ആ വിളിക്ക് ഉത്തരം കിട്ടുമെന്നാണ്. അള്ളാഹ് എന്ന പവർ എത്ര പവറുണ്ട് പദത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചരിത്രം പറഞ്ഞിട്ടെ, നബി തങ്ങൾ ഒരിക്കൽ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടുത്തെ കയ്യിൽ വാളുണ്ട്, തൻ്റെ ഉറയിൽ വാൾ വെച്ചിട്ടുണ്ട്. ഒരു അയറാബിയായ മനുഷ്യൻ, ഒരു ശത്രുവായ മനുഷ്യൻ വന്നിട്ട് എന്ത് ചെയ്തു, ഈ വാൾ വലിച്ചൂരിയിട്ട് നബി തങ്ങളെ കഴുത്തിലേക്ക് വിളിച്ചത്, എന്തേ മുഹമ്മദേ, നിന്നെ ആരാണ് ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ളത് എന്ന്, നിന്നെ ഈ വാളിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ്. നബി തങ്ങൾ ഒരു പതർച്ചയില്ല എന്ന് പറഞ്ഞു, അല്ലാഹ്, ആരാ രക്ഷിക്കാനുള്ളത് അല്ലാഹ്. ഈ വിളി അങ്ങോട്ട് കേട്ടപ്പോഴേക്കും ഈ അയറാബിയായ മനുഷ്യൻ, ജൂതനായ ശത്രുപക്ഷത്തുള്ള മനുഷ്യൻ, അയാൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. വിറയ്ക്കുക എന്ന് മാത്രമല്ല, അയാളുടെ കയ്യിൽ നിന്നും വാള് താഴേക്ക് അങ്ങ് വീണുപോയി. വിറച്ചിട്ട് വാള് പിടിക്കാൻ പറ്റാതെ വാള് നിലത്തേക്ക് വീണു. ആ വാള് നബി തങ്ങളുടെ കയ്യിലെടുത്തിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇപ്പോൾ ഈ വാളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാ ഉള്ളതെന്ന്. തിരിച്ചു ചോദിച്ചു അതേ ചോദ്യം, ഈ വാളിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആരാ ഉള്ളതെന്ന്. അയാൾ പറഞ്ഞു, മുഹമ്മദ് എന്നെ വെറുതെ വിടണം, എനിക്ക് മാപ്പ് നൽകണം, അല്ലാതെ നബി തങ്ങൾ കാരുണ്യത്തിൻ്റെ കേദാരാണ്, അയാൾ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മുഹമ്മദ് നബി തങ്ങൾ അയാൾക്ക് മാപ്പ് കൊടുത്ത് വെറുതെ വിട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഈ അള്ളാഹ് എന്ന പദം നബി തങ്ങൾ അവിടെ അയാളെ ആക്രമിക്കുകയോ ഇടിക്കുകയോ കഴുത്തിന് പിടിക്കുകയോ കുത്തിന് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും പറഞ്ഞില്ല. എന്ത്, ആരാണ് രക്ഷിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ നമ്മളെയൊക്കെ രക്ഷിക്കാനുള്ള ആരാ, അള്ളാഹ്. നബി തങ്ങൾ ആ വിളി അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അയാൾ ആ വിളിയിലെ പ്രകമ്പനം കൊണ്ട് അങ്ങോട്ട് വിറച്ച് കയ്യിൽ നിന്ന് വാളങ്ങ് താഴെ വീണുപോയി. അയാളുടെ കയ്യിൽ നിലത്ത് വാള് വീണുപോയി. ഇതുപോലെ നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ളൊരു വഴിയാണ് അള്ളാഹ് എന്ന വിളി. ആരെങ്കിലും ഒരാൾ 10 തവണ യാ അള്ളാഹു യാ അള്ളാഹ് എന്ന് എന്ത് ചെയ്തു, വിളിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്നിട്ടോ മഹാനവറുകൾ പറയുന്നത്, സെൽ മാ ഹാജത്തക്, ഇത് വിളിച്ചതിന് ശേഷം സെൽ മാ ഹാജത്തക്, എന്താണോ നിന്റെ ആവശ്യം അത് നീ ചോദിച്ചോളാം റബ്ബിനോട്. എന്താവശ്യമാണോ ആ ആവശ്യത്തെ നീ റബ്ബിനോട് ചോദിച്ചോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് എന്ത് ചെയ്യും, ഉത്തരം നൽകും. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ വിളിക്കാറുള്ള പദമാണ് എന്ത്, എൻ്റെ റബ്ബേ എന്ന് വിളിക്കാറുണ്ട്. റബ്ബ്, എൻ്റെ റബ്ബേ, റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. എൻ്റെ റബ്ബേ എന്ന് വിളിച്ചാലുള്ള ഗുണം എന്താ, മൻ ഖാല, ആരെങ്കിലും ഇപ്പം ഈ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, എൻ്റെ അള്ളാഹ്, അള്ളാഹുവേ എന്ന് വിളിക്കൂല നമ്മൾ, ആ വിളിയാണ്. യാ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ റബ്ബേ എന്നാണ്. യാ റബ്ബി എന്ന് ഒരാൾ വിളിച്ചത്, എൻ്റെ റബ്ബേ എന്നാണ് വിളിക്കുന്നത്, യാ റബ്ബ്. ആരെങ്കിലും ഒരാൾ യാ റബ്ബു എന്ന് 10 തവണ ചൊല്ലി, 10 തവണ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം, ആരെങ്കിലും ഒരാൾ ഈ ഒരു ചോദ്യം അയാളുടെ ആവശ്യം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയോട് പറയും, എന്ത്, ലബ്ബൈക് മാ ഹാജതക്, നിന്റെ ആവശ്യം എന്താണോ അതിന് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. നിന്റെ ചോദ്യം എന്താണോ, നീ എന്താണോ ചോദിച്ചത് എൻ്റെ ഈ പേര് വിളിച്ചിട്ട് അതിനിപ്പോൾ ഉത്തരം നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള വലിയ ദിക്റുകളൊന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റിയ 2 പദങ്ങളാണ് യാ അള്ളാഹ് എന്ന പദവും യാ റബ്ബ് എന്ന പദവും. ആരെങ്കിലും ഒരാൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം നടന്നു കിട്ടുക, ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്നാ. ഇതിനൊരു നിബന്ധന പറയുന്നുണ്ട്, വൈദാക്കാന ബഅദ സ്വലാത്തി ഫഹു അഫ്ളലു എന്ന്. അതായത് ഇത് വിളിക്കാൻ ഏറ്റവും നല്ല സമയം ഏതെങ്കിലും നിസ്കാര ശേഷം ചെയ്യലാണ് എന്ന്. ഏതെങ്കിലും നിസ്കാര ശേഷം ചെയ്യലാണ്, അതായത് ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യലാണ് ഏറ്റവും അഫ്ളലായത് എന്ന് മഹത്തുക്കൾ വിശദീകരിച്ച് തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വളരെ എളുപ്പമുള്ള ഒരു അമലല്ലേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും ഒരാൾ അത് പതിവാക്കിയാൽ അതിൻ്റെ ഫലം കൂടി നമുക്കും നിങ്ങൾക്കും ഒക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒന്ന് ചെയ്തു വെക്കുക. കാരണം എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന നല്ല പ്രയോജനമുള്ള വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. ദുആ വസിയത്തുകളൊക്കെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കും. അല്ലാഹു നമ്മയൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.